ഹായ് ഹലോ നമസ്കാരം. അമദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മധുരക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു ഫ്രൈ ചെയ്തെടുക്കാൻ പോകുവാണ്. മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, സൂപ്പർ ഫുഡ് ഗണത്തിൽപ്പെട്ടതാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ ഡയബറ്റിക് പേഷ്യൻസ് വരെ കഴിക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 350 ഗ്രാം മധുരക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഈ വലിപ്പത്തിലാണ് ക്യൂബ്സ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ്, ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് തേങ്ങ വറുത്തെടുക്കാനായിട്ടാണിത്. ഈ തേങ്ങ ഒരു മുറിയിൽ പകുതി ചെറിയ തേങ്ങയാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ, നല്ലൊരു മൂത്ത മണം വരുന്നവരെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു 2 പിഞ്ച് മുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും തേങ്ങയും മുളക് പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നെയ്യിൽ. അത് മാറ്റി വയ്ക്കാം. വേറൊരു കടായിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരട്ടെ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ചിട്ട് മുറിച്ചതാണ് ചെറുതായിട്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് മുരിയട്ടെ. അതിനുശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും വെളുത്തുള്ളിയും കടുക് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 15 ചെറിയ ഉള്ളി ഇതേപോലെ വട്ടത്തിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ഒരു ചെറിയ സവാള എടുത്താലും മതിയാകും. ഇപ്പോൾ ചെറിയ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കളർ മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ചെറിയ ഉള്ളി നിറം മാറിയിട്ടുണ്ട്. ഇത്രയും മതിയാകും, മൂത്ത് പോകേണ്ട ഒരുപാട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് നമ്മൾ ഈ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്നത്. മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക്. നന്നായിട്ട് ഉള്ളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വേകാനായിട്ട് വളരെ കുറച്ച് സമയമേ എടുക്കുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഒരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, ചെറുതായിട്ട് മധുരക്കിഴങ്ങിൻ്റെ ചിലതിൻ്റെയൊക്കെ കളർ മാറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇത്. കണ്ടോ? നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കാം. ഒരു മിനിറ്റ് കൂടി കഴിയട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വീണ്ടും തുറന്നു നോക്കാം. മധുരക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ? ഇത്രയും മതിയാകും. അടിയിലൊന്നും ഒട്ടിപ്പോയിട്ടില്ല. വെള്ളവും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. മധുരക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ചേരുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലെടുത്ത് വെച്ചിരിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് ചതച്ചത്. ഇത്രയുമാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്തതാണ്. നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. തേങ്ങയിലേക്കും കൂടി ആവശ്യമുള്ള ഉപ്പാണ്. ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിക്കുന്ന പോലെ തോന്നും. സാരമില്ല, ഫ്ലെയിം ലോയിൽ ഇരുന്നാൽ മതി. എന്ത് ചെയ്താലാണ് ഇത് മാറുന്നതെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. തൽക്കാലം നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി വെക്കാം. അതിനുശേഷം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ആ സമയത്ത് ചെറുതായിട്ട് അടി പിടിച്ചിരുന്നല്ലോ, അതൊക്കെ മാറിക്കിട്ടും. നമ്മൾ എടുക്കുന്ന സമയത്ത് അത് നല്ല ക്ലിയർ ആയിരിക്കും. നമുക്കിനി തുറന്ന് നോക്കാം. നന്നായിട്ടായിട്ടുണ്ട് മധുരക്കിഴങ്ങ് ഫ്രൈ. നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം.
നല്ലൊരു ഫുഡാണ്. പ്രത്യേകിച്ച് ഡയറ്റ് നോക്കുന്നവർക്കായാലും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. കമൻറ്റ് ഉറപ്പായിട്ടും പറയുക. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, അതുകൂടെ കൊടുക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതുപോലെ നല്ലൊരു ഐറ്റമായിട്ട് കാണുന്നതുവരെ നന്ദി, നമസ്കാരം.